ഏവർക്കും സ്റ്റഡി ഹിന്ദി വിത്ത് കൃഷിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ സ്വപ്ന ശ്രീവാസ്തവിൻ്റെ കവിത പൈതൽ ചൽത്താ ഹുവ ആദ്മി എന്ന കവിതയെ ആണ് പരിചയപ്പെടുന്നത്. ആദ്യം സ്വപ്നിൽ ശ്രീവാസ്തവ് ആരാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. സമകാലീന ഹിന്ദി സാഹിത്യകാരനായ സ്വപ്നിൽ ശ്രീവാസ്തവ് കാ ജന്മ ഉത്തർപ്രദേശ് മേം ഹുവ. ഉത്തർപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പേരുകൾ എന്ന് പറയുന്നത് ഈശ്വർ ഏക് ലാട്ടി ഹേ എന്നൊരു കൃതിയുടെ പേരാണ്. മറ്റൊരു കൃതിയുടെ പേരാണ് മുച്ചേ ദൂസരി പൃഥ്വി ചാഹിയേ ആദി ഉൻകി പ്രമുഖ രചനായേം ഹേ. ഉനേം അദ്ദേഹത്തിന് ഭാരതഭൂഷൺ അഗ്രവാൾ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നീട് രൂസിക്ക് അന്താരാഷ്ട്രീയ പുഷ്കിൻ സമ്മാന്, റഷ്യൻ അന്താരാഷ്ട്രീയ പുഷ്കിൻ സമ്മാനങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏക്ക് ചോട്ടീസി കവിത, അദ്ദേഹത്തിൻ്റെ ഒരു ചെറു കവിതയാണ് പൈതൽ ചൽത്താ ഹുവ ആദ്മി. പൈതൽ ചലന എന്നാൽ കാൽനടയായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ കവിത. ആ കവിതയെക്കുറിച്ച് എന്താണ് ആ കവിതയിൽ പറയുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സ്വപ്ന ശ്രീവാസ്തവക്ക് ഈ കവിത പൈതൽ ചൽത്താ ഹുവ ആദ്മി എന്ന് പറയുന്നത് ഏക് ഐസി ആം ആദ്മിക്ക് കഹാനി ഹെ, ഒരു ആം ആദ്മി, ഒരു സാധാരണ വർഗത്തിൻ്റെ കഥ പറയുന്നതാണ് ഈ കവിത എന്ന് പറയുന്നത്. മാത്രമല്ല ഈ കവിത കാൽനടയായി പോകുന്ന സാധാരണ മനുഷ്യൻ, ഏക കവിത ബദാത്തി ഹെ, ഈ കവിത പറയുന്നത് പൈതൽ ചൽത്താ ഹുവയ്ക്ക് സാധാരണ വ്യക്തി സമാജിക്കയിൽ സമൂഹത്തിന് എത്രത്തോളം മഹത്വരമാണ്, കിത്തന മഹത്വപൂർണ്ണ ഹെ. പൈതൽ ചലനെ വാലയ്ക്ക് സാധാരണ വ്യക്തി സമാജിക്കയിലേക്ക് ഇത്തന മഹത്വപൂർണ്ണ, എത്രത്തോളം മഹത്വരമാണ് എന്നതാണ് ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല കാറുകൾ സ്വന്തമാക്കി ആഡംബര ജീവിതം നയിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ അടിത്തറ ഈ സാധാരണ വർഗത്തിൻ്റെ അധ്വാനവും സംഭാവനകളുമാണ് എന്നതാണ് ഈ കവിത നമ്മളോട് പറയുന്നത്. ഉസ്കെ ശ്രമ ഔർ യോഗദാൻ, സാധാരണ വർഗത്തിൻ്റെ ശ്രമവും യോഗദാനും സംഭാവനകളും പർഹി തന്നെയാണ് കാറും ഔർ ആലിഷാൻ ജീവൻ ജീനെ വാലെ ലോകം കാ ജീവൻ, ആഡംബര ജീവിതം നയിക്കുന്ന ആളുകളുടെ ജീവിതത്തിൻ്റെ ടിക്കാഹെ, അടിത്തറ എന്നതാണ് ഈ കവിത നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കവിതയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ്, ഒരു ചെറിയ വിവരണമാണ് നമ്മളോട് പറഞ്ഞത്. മാത്രവുമല്ല ഈ കവിത എന്ത് ചെയ്യുന്നത് ഒരു സാധാരണ മനുഷ്യനെ എന്ത് ചെയ്യുന്നുണ്ട്, പരിഹാസത്തോടും അവജ്ഞയോടു കൂടിയിട്ട് നോക്കുന്ന നഗരജീവിതത്തിൻ്റെ പൊരുത്തക്കേടുകളാണ് ഈ കവിത പറയുന്നത്. ഈ കവിത ശഹരി ജീവൻ കി വിസംഗതിയും പട്ടണ ജീവിതത്തിൻ്റെ പൊരുത്തക്കേടുകളുടെ ഉജാഗർ കർത്തി ഹെ, ആ ഉയർത്തെഴുന്നേൽപ്പാണ്. ജഹാമേക്ക് സാധാരണ വ്യക്തിക്കോ ഉപഹാസ ഔർ തിരസ്കാർ കി ദൃഷ്ടി സെ, ഒരു സാധാരണ മനുഷ്യനെ പരിഹസിക്കുകയും ആ അവജ്ഞയോടുകൂടി കാണുന്ന ഒരു നഗരജീവിതത്തിൻ്റെ ഒരു വിസംഗതികളൊക്കെയാണ്, ഈ പൊരുത്തക്കേടുകളാണ് ഈ കവിത നമ്മളോട് പറയുന്നത്. അപ്പോൾ ഏക കവിത ശഹരി ജീവൻ की विसंगतियों को उजागर करती है, जहाँ एक साधारण व्यक्ति का उपहास और तिरस्कार की दृष्टि से देखा जाता है. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഈ പൈതൽ, അവിടെ ഒരു ചോദ്യം നോക്കാം. പൈതൽ ചൽത്താ ഹുവ ആദ്മി എന്ന് പറയുന്നത് കോൻ ഹോ സക്താ ഹെ, ആരൊക്കെയാണ് ഈ കാൽനടയായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഈ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഈ മനുഷ്യൻ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ടെസ്റ്റിൽ തന്നെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അനാജു പൈദാ കർണേവാല, ധാന്യങ്ങൾ മുളപ്പിക്കുന്ന ആൾക്കാർ, കൃഷി ചെയ്യുന്ന ആൾക്കാർ, മക്കാൻ ബനാലവാല, കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ആൾക്കാർ, സഫായി കർണേവാല, വൃത്തിയാക്കുന്ന ആൾക്കാർ, കപ്പട സീനേവാല, വസ്ത്രങ്ങൾ നെയ്യുന്ന ആൾക്കാർ ആകാം, അല്ലെങ്കിൽ ബർത്തൻ ബനാനേവാല ഹോക, അല്ലെങ്കിൽ പാത്രങ്ങൾ നിർമ്മിക്കുന്നവരാകാം, അല്ലെങ്കിൽ ലക്കടിക്ക കാം കർണേവാല ഹോക, തടി കൊണ്ടുള്ള പണികൾ എന്തെങ്കിലും ചെയ്യുന്നവരാകാം, അവർ പത്ര തോടനേവാല, ഇസി പ്രകാർ ഇതേപോലുള്ള ആളുകളാണ് ഏതെന്ന് പറയുന്നത് പൈതൽ ചൽത്താ ഹുവ ആദ്മി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് ഈ പൈതൽ ചൽത്താ ഹുവ ആദ്മി കോൻ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ ഉദാഹരണങ്ങളായിട്ട് ഇവരൊക്കെയാണ് പറയാവുന്നത്. അടുത്ത ഈ കവിതയെക്കുറിച്ച് ഒന്നും കൂടെ ഒന്ന് വ്യക്തമായിട്ട് ചുരുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്നത് എന്തായിരുന്നു, ഏക കവിത സമാജുമേം ആം ആദ്മിക്ക് മഹത്വ, ഈ കവിത എന്ത് ചെയ്തു സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തിൻ്റെ, സാധാരണ വർഗത്തിൻ്റെ, ആം ആദ്മിയുടെ മഹത്വവും അവർ ഉസ്കി ഉപേക്ഷാപ്പർ, അവരുടെ അവഗണന, അവരെ അവഗണിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു മാർമിക ടിപ്പണി, ഒരു മാർമികമായ ഒരു കുറിപ്പാണ് ഈ കവിത എന്ന് പറയുന്നത്. അപ്പോൾ ആം ആദ്മിക്ക് മഹത്വം അവർ ഉസ്കി ഉപേക്ഷാപ്പർ ഏക്ക് മാർമിക ടിപ്പണി, അതാണ് പറഞ്ഞത്.
ജോ ഹമേ യാദ് ഇല്ലാത്ത ഹെ, അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതെന്ന് പറയുന്നത് കി എന്നാൽ ഹം മുൻ ലോകവും കി സരാഹന കർണ ചാഹിയെ, നമ്മൾ അവരെ പ്രശംസിക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെയുള്ള സാധാരണ വർഗ്ഗങ്ങളെ പ്രശംസിക്കേണ്ടത് ആവശ്യമാണെന്നും, എന്തുകൊണ്ടെന്നാൽ ജോ ഹമാരെ സമാജിക്ക്, അവരാണ് നമ്മുടെ സമൂഹത്തിൻ്റെ നീവ് ഹെ, അടിത്തറ എന്ന് പറയുന്നത്. ഈ സാധാരണ വർഗ്ഗമാണ് സമൂഹത്തിൻ്റെ അടിത്തറ. ഉസൈം ഫലേഹി വേ ദിഖായി നദേ, അവരെ കാണാതെ പോകരുത്, ഈ നന്മ ചെയ്യുന്ന ഈ ആളുകളെ കാണാതെ പോകരുത് എന്നുള്ളതാണ് ഈ കവിതയുടെ സാരാംശത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്ത നമുക്ക് ആ കവിതയിലെ വരികളെക്കുറിച്ചൊന്ന് പോകാം. കവിത വരികൾ ഞാൻ വായിക്കുന്ന വരികളാണ്. ചമത്കാർ സടക്ക് पर चल रहे कारों के हुजूम में कितना निरीह देख रहा है, पैदल चलना हुआ आदमी, कारों में बैठे हुए बड़े लोग उसे हिकारत से देखते हैं, जैसे वह किसी दूसरी दुनिया से आया हुआ आदमी हो. वे नहीं जानते ही कि उसके दम पर उसके चेहरे पर रौनक എന്നാണ്. അപ്പം വരികളുടെ മലയാളം ചില വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ചമക്കുദാർ സടക്ക് എന്ന് വെച്ചാൽ തിളക്കമുള്ള റോഡുകളിലൂടെ ചൽ രഹേ ഹൈ, ഓടിക്കൊണ്ടിരിക്കുന്ന കാറ്, കെ ഹുജൂമുമേം കിത്തന, തിരക്കിനിടയിൽ എത്രയോ നിഷ്കളങ്കരായിട്ടുള്ള പാവപ്പെട്ട ദിക്രഹെ കാണപ്പെടുന്നു. പൈതൽ ചൽത്താ ഹുവ ആദ്മി, കാൽനടയാൽ പോകുന്ന മനുഷ്യനെ കാണുന്നു. കാർമേം ബൈട്ടേ ഹുയി എന്ന് വെച്ചാൽ കാറിലിരിക്കുന്ന ബഡേ ലോക്, ധനികരായിട്ടുള്ള ആൾക്കാർ, വലിയ ആൾക്കാർ, ഉസേ അവനെ ഹിക്കാരത്ത് സേ ദേഖ്തേ ഹൈ, വെറുപ്പോടെയോടെയാണ് നോക്കുന്നത്. ജൈസെ വക കിസി ദൂസരി ദുനിയാമേം, ഏതുപോലെ മറ്റേതോ ലോകത്തിൽ നിന്ന് വന്ന മനുഷ്യനെ പോലെ, ആയാ ഹുവ ആദ്മി ഹോ വേ നഹിം ജാൻതേക്ക്, അവരറിയുന്നില്ല, ഉസേ ദമു പർ ഉൻകെ ചേഹരെ പർ രൗനക് ഹെ, അവർ അവർ അറിയാതെ പോകുന്ന, അവരുടെ മുഖത്ത് തിളങ്ങുന്നതും അവരുടെ ആ ശക്തിക്കും കാരണം അവരാണെന്ന് അവരറിയാതെ പോകുന്നു. ഇതാണ് നമ്മുടെ കവിതയുടെ വരികളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ആ വരികളുടെ സാരാംശത്തിലേക്കൊന്ന് പോകാം. എന്താ പറഞ്ഞത്? കവി കവിതയെ കവി പറയുകയാണ്. എന്താ പറഞ്ഞത്? ചമക്കുദാർ സടക്ക് പർ, അല്ല ചമക്കുദാറായിട്ടുള്ള സടക്കിൽ എന്ത് ചെയ്യിക്കുന്നു, ചൽ രഹേ, ഓടിക്കൊണ്ടിരിക്കുന്ന കാറും കി ബീച്ച്, കാറുകൾക്കിടയിൽ നിരീഹ് പൈതൽ ചൽത്താ ഹുവ ഏക് ആദ്മി, ഒരു നിഷ്കളങ്കമായ ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ദിക്രഹാകെ കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. കാറുമേ ബൈട്ടേ ഹുയെ ലോക്, ഈ കാറിലിരിക്കുന്ന ആളുകൾ, ഉസേ അവനെ കൃണാക്കി ദൃഷ്ടിസെ ദേഖ്തേ, കൃണ എന്ന് വെച്ചാൽ വെറുപ്പ്, അവനെ എങ്ങനെയാണ് നോക്കുന്നത്, ഒരു വെറുപ്പോട് കൂടിയിട്ടാണ് അവനെ നോക്കുന്നത്. ഉൻകാ മുഖഭാവ്, അവരുടെ മുഖഭാവം കണ്ടാൽ കൈസാ ലക്താഹയ്ക്ക് അങ്ങനെയാ തോന്നുന്നത്, വേ കിസി ദൂസരി ദുനിയാമേം ആയേ ഹുയെ ആദ്മി, അവർ മറ്റേതോ ഒരു ലോകത്തിൽ നിന്നും വന്നവരെ പോലെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ആളുകളെ കണ്ടാൽ നമുക്ക് തോന്നുന്നതെന്ന് അവർക്ക് തോന്നുന്നത്. എന്നിട്ട് പറയണം, വേ നഹീം സോച്ച് രഹേ, അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല കി എന്നാൽ അപ്പനെ ജീവൻ ക ആധാർ ഹീം, തൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ബേച്ചാരെ ലോകുഹെ, പാവപ്പെട്ട ഈ അടിസ്ഥാന വർഗമാണ്. അവർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നേയില്ല. ഈ ദരിദ്രരാണ് അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഒരിക്കലും അവർ ചിന്തിക്കുന്നില്ല. എന്നിട്ട് ഉസ് ആം ആത്മീക്ക് ബജഗ് സേഹി ലോകോം കെ ചേഹരെ പർ, ആ ആളുകളുടെ ഈ അടിസ്ഥാന വർഗത്തിൻ്റെ വർഗത്തിൻ്റെ വജഗസെ കൊണ്ട് കാരണം കൊണ്ടാണ് ലോകവും കെ ചേഹരെ പർ കുശി ഔർ രൗനക്ക്, രൗനക്ക് എന്ന് വെച്ചാൽ എന്താണ്, തിളക്കം എന്നാണ് അർത്ഥം. രൗനക്ക് എന്ന് വെച്ചാൽ തിളക്കം, കുശിയും രൗനക്കും ഒക്കെ ഉണ്ടാകുന്നത് ഈ മനുഷ്യരുടെ പ്രയത്നം കൊണ്ടാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇതാണ് ഈ കവിതയുടെ സാരാംശമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതിനുശേഷം തന്നിരിക്കുന്നതെന്ന് പറയുന്നത് സമാന ആശയവാലി, ടെസ്റ്റിനകത്ത് സമാന ആശയവാലി പങ്ക്തിയാം, ഈ പറഞ്ഞ ഭാഗത്തു നിന്നുള്ള സമാനമാശയമായ വരികളാണ് ഞാൻ ഈ പറയുന്നത്. कारमें बैठने वाले पैदल चलने वालों को ऐसा देखते हैं कि वे इस समाज के सदस्य नहीं है എന്ന് പറഞ്ഞ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വരികളാണ് കാർമേം ബൈട്ടേ ഹുയെ ബഡേ ലോഗ് ഉസേ എന്ന് തുടങ്ങുന്ന ആ വരികൾ, അതുമായി ബന്ധപ്പെട്ട വരികളാണ്. അടുത്ത രണ്ടാമത്തെ എന്ന് പറയുന്നത് 3 എണ്ണമാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തത് നമ്മൾ അവസാനം പറയാം, അവസാന വരികളെ കുറിച്ചുള്ളതാണ്. धनी लोग सोचते हैं कि उनके चेहरे की शोभा मस्तूरों के परिश्रम की देन है എന്ന് പറയുന്ന ആശയവുമായി ബന്ധപ്പെട്ട വരികളാണ്. വേ നഹിം ജാൻതേ കി ഉസ്കെ ദം പർ ഉൻകെ ചേഹരെ പർ രൗനക് ഹേ എന്ന് പറയുന്ന ആ വരികളും അവരുമായി ബന്ധപ്പെട്ട ആ ആശയവുമായി ബന്ധപ്പെട്ട വരികളാണ്. അപ്പം ആദ്യത്തെ 2-3 സ്റ്റാൻസയിലെ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അടുത്ത പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ അടുത്ത വരികളുടെ സാരാംശവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.